ക്യാംസ് കോപ്പറേറ്റീവ് ഡൈസിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നടത്തുന്ന ക്ലാസ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഈ വരുന്ന KCRDB അപ്പെക്സ് സൊസൈറ്റികളുണ്ടല്ലോ, അതിന്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ക്യാംസ് കോപ്പറേറ്റീവ് ഡൈജസ്റ്റിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് PSC പരീക്ഷകളിൽ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മുമ്പ് PSC നടത്തിയ പരീക്ഷകളിൽ കോപ്പറേറ്റീവ് ലെവൽ ഓറിയന്റഡ് ആയിട്ട് PSC നടത്തിയ പരീക്ഷകളിൽ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് ആരംഭിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ഓഫ് കെയ്പ്. എന്താണ് ക്വസ്റ്റ്യൻ? ചെയർമാൻ ഓഫ് കെയ്പ്. കെയ്പിന്റെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് കെയ്പ് എന്താണെന്ന് അറിയണം. എന്താണ് കെയ്പ്? കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. എന്താണ്? കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കെയ്പ്. തിരുവനന്തപുരം ആസ്ഥാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. 1955 ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട്. ഏതാണ്? ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ടും പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് സെക്ടറിലെ പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ പ്രൊമോഷനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്, കെയ്പിന്റെ ചെയർമാൻ ആരാണ്? ഓക്കെ, കെയ്പിന് എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഓക്കെ, കെയ്പിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഓക്കെ, ആരാണ്? ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ്. നമ്മുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആണ് ഇതിന്റെ ആരെന്ന് പറയുന്നത്? ചെയർമാൻ ഓഫ് കെയ്പ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ. നമ്മുടെ ഇപ്പോഴത്തെ ആണെങ്കിൽ സഹാവ് പിണറായി വിജയനാണ് ഇപ്പോഴത്തെ കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ ചെയർമാൻ. ഓക്കെ, ഇതിന്റെ വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ വൈസ് ചെയർമാൻ ആരാണ്? മിനിസ്റ്റർ ഫോർ കോപ്പറേഷൻ. ആരാണ്? മിനിസ്റ്റർ ഫോർ കോപ്പറേഷൻ ആണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ഓക്കെ, അപ്പം ചീഫ് മിനിസ്റ്റർ ഇതിന്റെ ചെയർമാനും എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഓക്കെ, വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? കോപ്പറേറ്റീവ് മിനിസ്റ്ററുമാണ്. ഇതാണ് കെയ്പിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ചെയർമാൻ ഓഫ് കെയ്പ് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ്. വൈസ് ചെയർമാൻ ആരാണ്? കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോം നമ്പർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഗഹാൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഫോം നമ്പർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഗഹാൻ. അപ്പൊ എന്താണ് ഗഹാൻ? നമുക്കറിയാം എന്താണ്. ഇറ്റ് ഈസ് എ ചാർജ് ഫോർ ക്രിയേറ്റിംഗ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻ ഫേവർ ഓഫ് എ കൺസേൺഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കൺസേൺഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ഗഹാൻ. നമ്മൾ സെക്ഷൻ പറയുവാണെങ്കിൽ സെക്ഷൻ 36A റൂൾ 51A ക്രിയേറ്റ് ചെയ്യുന്ന ഫോം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്രിയേറ്റ് ചെയ്യുന്ന ഫോം ഏതാണ്? ഫോം നമ്പർ 8A ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഫോം നമ്പർ 8C, ഓപ്ഷൻ സി ഫോം നമ്പർ 8B, ഓപ്ഷൻ ഡി ഫോം നമ്പർ 8D. ഓക്കെ, അപ്പൊ ഗഹാൻ ക്രിയേറ്റ് ചെയ്ത ഫോം നമ്പർ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫോം നമ്പർ ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഫോം നമ്പർ 8A ആണ്. ഏതാണ്? ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫോം ഏതാണ്? ഫോം നമ്പർ 8A. ഫോം നമ്പർ 8A സെക്ഷൻ 36A റൂള് 51A ഫോം നമ്പർ 8A ആണ് ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോം നമ്പർ 8A അതാണ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 1 man 1 vote പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. എന്താണ് ചോദ്യം? 1 man 1 vote പ്രിൻസിപ്പിൾസ് വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ് 1 man 1 vote, ഒരാൾക്ക് ഒരു വോട്ടേ പാടുള്ളൂ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരാൾക്ക് ഒരു വോട്ടേ പാടുള്ളൂ എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ്? നമ്മുടെ KCS ആക്ടിന്റെ സെക്ഷൻ 20 1 man 1 vote ആണ്. സെക്ഷൻ 20 1 man 1 vote റൂള് 19. ഇത് റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? ഓപ്ഷൻ മിൻഡോ മോർലി, ഓപ്ഷൻ ബി ഗോർവാല കമ്മിറ്റി, ഓപ്ഷൻ സി മാക്ലഗാൻ, ഓപ്ഷൻ ഡി മൊണ്ടേഗു ചെംസോൾ. ഓക്കെ,
ഈ 4 ഓപ്ഷനാണ് ഉള്ളത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, മക്ലഗാൻ കമ്മിറ്റിയാണ്. ഏതാണ്? മക്ലഗാൻ കമ്മിറ്റി. 1914 ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. 15 ആ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. E.D. മക്ലഗാൻ ആയിരുന്നു ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, ആ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ഏതാണ്? 1 man 1 vote ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരാൾക്ക് ഒരു വോട്ടേ പാടുള്ളൂ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ്. എത്ര ഓഹരി കൈവശം വെച്ചാലും ഒരാൾക്ക് എത്ര വോട്ടേ പാടുള്ളൂ? ഒരു വോട്ടേ പാടുള്ളൂ എന്ന് റെക്കമെൻഡേഷൻ കൊടുത്തത് ഏത് കമ്മിറ്റിയാണ്? മക്ലഗാൻ കമ്മിറ്റിയാണ്. ഏത് കമ്മിറ്റിയാണ്? മക്ലഗാൻ കമ്മിറ്റി. ഓക്കെ, 1 man 1 vote ഈസ് റെക്കമെൻഡഡ് ബൈ മക്ലഗാൻ കമ്മിറ്റി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. എന്താണ് ക്വസ്റ്റ്യൻ? ദ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ഓണർ, ഓപ്ഷൻ ബി ഓഫീസർ, ഓപ്ഷൻ സി അഡ്വൈസർ, ഓപ്ഷൻ ഡി എംപ്ലോയി. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ എ ഓണർ, ഓപ്ഷൻ ബി ഓഫീസർ, ഓപ്ഷൻ സി അഡ്വൈസർ ആൻഡ് ഓപ്ഷൻ ഡി എംപ്ലോയീസ്. ആരാണ് പ്രസിഡന്റ്? ഓക്കെ, അപ്പൊ നമ്മൾ പ്രസിഡന്റ് ആരാണെന്ന് അറിയണമെങ്കിൽ പ്രസിഡന്റ് ഓഫീസർ എന്ന് പറയുന്ന ഡെഫിനിഷൻ നമ്മുടെ KCS ആക്ടിൽ പറയുന്നുണ്ട്. ഓഫീസർ ആരാണ്? ഓഫീസർ. ഓഫീസർ മീൻസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, ദെൻ ചീഫ് എക്സിക്യൂട്ടീവ്, മാനേജർ, including liquidator or administrator who are entrusted to give direction in regard to the management of a cooperative society. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ള പ്രസിഡന്റ് ആവാം, വൈസ് പ്രസിഡന്റ് ആവാം, ചെയർമാൻ ആവാം, വൈസ് ചെയർമാൻ ആവാം, സെക്രട്ടറി ആവാം, മാനേജർ ആവാം, മെമ്പർ ഓഫ് കമ്മിറ്റി ആവാം, ലിക്വിഡേറ്റർ ആവാം, അഡ്മിനിസ്ട്രേറ്റർ ആവാം. ഏതൊരു വ്യക്തിയെയും വിളിക്കുന്ന പേരെന്താണ്? ഓഫീസർ എന്നാണ്. ഈ ഡെഫിനിഷൻ പ്രകാരം ആരാണ് ഓഫീസർ എന്ന് ചോദിച്ചാൽ, അല്ല ആരാണ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഓഫീസറാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, ലിക്വിഡേറ്റർ, അഡ്മിനിസ്ട്രേറ്റർ, മെമ്പർ ഓഫ് കമ്മിറ്റി, ഇവരൊക്കെ ആര് തന്നെയാണ്? ട്രഷറർ, ഇവരൊക്കെ ആരൊക്കെ തന്നെയാണ്? ആരാണ്? ഓഫീസറാണ്. നമ്മുടെ KCS ആക്ടിലെ ഡെഫിനിഷൻ പ്രകാരം ഇവരാരായിട്ട് നമ്മൾ വിളിക്കുന്നത്? ഓഫീസർ എന്നാണ്. അപ്പൊ ചോദ്യം ഏതാണ്? ദ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ആരാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ്? ആരാണ്? ഓഫീസറാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫോം നമ്പർ കേപ്പിന്റെ ചെയർമാൻ, ചീഫ് മിനിസ്റ്റർ. ഫോം നമ്പർ ക്രിയേറ്റഡ് ഗഹാൻ. ഫോം നമ്പർ 8, 1 man 1 vote recommended by മക്ലഗാൻ കമ്മിറ്റി. ദെൻ ദ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആരാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസറാണ്. അതിന്റെ എന്തെന്ന് പറയുന്നത്? പ്രസിഡന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ് ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഷെഡ്യൂളിലാണ് കോപ്പറേഷൻ പറയുന്നത്? ഓക്കെ, അത് പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഷെഡ്യൂളിന്റെ ഏത് ഷെഡ്യൂൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഷെഡ്യൂളിലാണ് കോപ്പറേഷൻ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ 7th ഷെഡ്യൂൾ. എവിടെയാണ്? 7th ഷെഡ്യൂളിലാണ് കോപ്പറേഷൻ പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7ാമത് ഷെഡ്യൂൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കോപ്പറേഷൻ വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിന്റെ എൻട്രി 32. എന്താണ്? എൻട്രി 32 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചാണ്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഷെഡ്യൂളിലാണ് കോപ്പറേഷനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണ്? 7th ഷെഡ്യൂൾ ആണ്. ഏത് ഷെഡ്യൂളാണ്? 7th ഷെഡ്യൂൾ. സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 32 ആണ് ഏത്? കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇംപ്ലിമെന്റഡ് ത്രൂ. ആര് വഴിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത്? നമുക്കറിയാം, ഇന്ത്യയിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഏത്? ഓപ്പറേഷൻ ഫ്ലഡ്. 1970 ഇത് ആരംഭിക്കുന്നത്. 1970. 3 സ്റ്റേജുകളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. 3 സ്റ്റേജുകളിലായിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് 1, 2, 3. ഇത് ആര് വഴിയാണ് നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ, ആരാണ് ഇത് നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണ്?
ആരാണ്? 26 സെപ്റ്റംബർ 1965 ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഏതാണ്? 26 സെപ്റ്റംബർ 1965 ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആര് വഴിയാണ്? NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഈ പ്രോഗ്രാം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ആരാണ്? NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം? എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഇന്ത്യയിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് ഓപ്പറേഷൻ ഫ്ലഡ്. The man behind or the brain behind Operation Flood ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഓക്കെ, അപ്പം ഇതാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇംപ്ലിമെന്റഡ് ത്രൂ ആര് വഴിയാണ് നടപ്പിലാക്കിയത്? NDDB വഴിയാണ് നടപ്പിലാക്കിയത്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The Multi-State Cooperative Societies Act 2002 of India has incorporated dash in its second schedule. എന്താണ്? The Multi-State Cooperative Societies Act 2002 of India has incorporated dash in its second schedule. Multi-State Cooperative Societies Actന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ? ഓക്കെ, ശ്രദ്ധിക്കണം. അതിനകത്ത് ഓപ്ഷൻ പറയുന്നത് ഓപ്ഷൻ എ കോപ്പറേറ്റീവ് വാല്യൂസ്, ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ എന്താണ് സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിന്റെ കറക്റ്റ് ആൻസർ നൺ ഓഫ് ദി എബോവ് ആണ്. എന്താണ്? നൺ ഓഫ് ദി എബോവ്. അപ്പോൾ അറിയണം, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടില് 2 ഷെഡ്യൂൾസ് ഉണ്ട്. 2 ഷെഡ്യൂൾ ഉണ്ട്. അതിലൊരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾ ആണ്. ഷെഡ്യൂൾ 1. ഇതാണ് ഷെഡ്യൂൾ 1 പറയുന്നത്. എന്താണ്? കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഷെഡ്യൂൾ 1 പറയുന്നത്. ഏത് ആക്ടിന്റെ? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ. ഷെഡ്യൂൾ 2 പറയുന്നത് ലിസ്റ്റ് ഓഫ് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ്, നാഷണൽ ഫെഡറേഷൻ ആണ്. എന്താണ്? ലിസ്റ്റ് ഓഫ് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പറയുന്നത് എവിടെയാണ്? ഷെഡ്യൂൾ 2 പറയുന്നത്. എവിടെയാണ് പറയുന്നത്? ഷെഡ്യൂൾ 2. ആ ഓപ്ഷനകത്തില്ല. ഓപ്ഷൻ ഏതൊക്കെ ഉള്ളൂ? കോപ്പറേറ്റീവ് വാല്യൂസ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, നൺ ഓഫ് ദി എബോവ്. അതുകൊണ്ടാണ് ഏത് ആൻസർ നമ്മൾ മാർക്ക് ചെയ്തത്? നൺ ഓഫ് ദി എബോവ്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? ദ ലിസ്റ്റ് ഓഫ് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതാണ് ഇവിടെ പറയുന്നത് ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 1 കോപ്പറേറ്റീവ് വാല്യൂസും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും. ഓക്കെ, ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഡിസംബർ 2009 the United Nations declared dash year as the International Year of Cooperatives. 2009 യുണൈറ്റഡ് നേഷൻസ് ഏത് വർഷത്തിനെയാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്, അന്തർദേശീയ സഹകരണ ദിനം എന്ന് പറഞ്ഞത്? സഹകരണ വർഷം. ഓക്കെ, ഈ അന്തർദേശീയ സഹകരണ വർഷമായിട്ട് ഏത് വർഷത്തിനെയാണ് യുണൈറ്റഡ് നേഷൻസ് ഡിക്ലെയർ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന്റെ ആൻസർ ഏതാണ്? ഏത് വർഷമാണ് യുണൈറ്റഡ് നേഷൻ ഡിക്ലെയർ ചെയ്തത്? 2012 ഏത് വർഷത്തിനാണ്? 2012 ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് ആര് ഡിക്ലെയർ ചെയ്തത്? യുണൈറ്റഡ് നേഷൻസ്. ഏത് വർഷമാണ്? 2012 ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്. ഓക്കെ, 2012 അതിന്റെ ആൻസർ. ഇവിടെ ഏതൊക്കെ ഓപ്ഷൻ? 2012, 2010, 2011, 2013. ഓപ്ഷൻ റൈറ്റ് ഓപ്ഷൻ ഏതാണ്? 2012 ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA വാസ് ഷിഫ്റ്റഡ് ടു ബ്രസൽസ് ഇൻ ബെൽജിയം. ഏത് വർഷമാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ ആസ്ഥാനം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്? ബ്രസൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം 1895 ഏത് രൂപീകരിക്കുന്നത്? ICA രൂപീകരിക്കുന്ന സമയത്ത് ICAയുടെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടനാണ്. എവിടെയാണ്? ലണ്ടൻ. ഏത് വർഷം? 1895. അവിടെ നിന്നും 1982 എങ്ങോട്ട്? ജനീവയിലേക്ക് മാറ്റുന്നു. അവിടെ നിന്നും 2013 എങ്ങോട്ട് മാറ്റുന്നത്? ബ്രസൽസിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഏതാണ് ഇതിന്റെ ഓപ്ഷൻ? ഏതൊക്കെയാണ്?
12, 2010, 2011, 2013. ഇതാണ് ഓപ്ഷൻ. ഓക്കെ, ഏതാണ് അതിന്റെ റൈറ്റ് ആൻസർ? ഏതാണ്? 2013 ICAയുടെ ആസ്ഥാനം എങ്ങോട്ട് മാറ്റുന്നത്? ബ്രസൽസിലേക്ക് മാറ്റുന്നത്. 2013 അതിന്റെ ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Dash is a multi-state cooperative society engaged in the business of manufacturing and marketing of fertilizer. എന്താണ്? Dash is a multi-state cooperative society engaged in the business of manufacturing and marketing of fertilizer. അതായത് വളം, ഫെർട്ടിലൈസർ അത് ഉൽപ്പാദിപ്പിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യയിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫെർട്ടിലൈസറിന്റെ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണ്? ഇഫ്കോയാണ്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്, ഇഫ്കോ. ന്യൂഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇഫ്കോയാണ് ഏതിന്റെ ആൻസർ? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഏതാണ്? ഫെർട്ടിലൈസർ. ആൻസർ ഏതാണ്? ഇഫ്കോ. Okay, the next question. Dash is an apex organization founded on the birthday of Mahatma Gandhi. That is 2nd October 1958. ഒക്ടോബർ 2, 1958 ഗാന്ധി ജയന്തി ദിനത്തിൽ രൂപീകരിച്ച ഓർഗനൈസേഷൻ, അപ്പെക്സ് ഓർഗനൈസേഷൻ ഏതാണ്? ഓക്കെ, അപ്പെക്സ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് ഫെഡറേഷൻ ഏതാണ്? ആൻസർ ഏതാണ്? നാഫഡ് ആണ്. ഏതാണ്? നാഫഡ്. ഓക്കെ, ഈ നാഫഡ് ആണ് ഗാന്ധി ജയന്തി ദിനത്തില് ആരംഭിച്ച ഗാന്ധി ജയന്തി ദിനത്തില് ആരംഭിച്ച അപ്പെക്സ് ലെവൽ ഓർഗനൈസേഷൻ ഏതാണ്? നാഫഡ്. ഇയർ ഏതാണ്? 2nd October 1958. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പം ഒക്ടോബർ 2, 1958 ആരംഭിച്ച നാഫഡ്, ആ നാഫഡ് ആണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഓർഗനൈസ് ചെയ്ത അപ്പെക്സ് ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The societies which are exempted from the payment of audit fee. ഈ താഴെ തന്നിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഏതിനെയാണ് ഓഡിറ്റ് ഫീ കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്? താഴെ തന്നിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഏതിനെയാണ് ഓഡിറ്റ് ഫീ കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം റൂള് 65 സബ് റൂള് 3. അതാണ് റൂള് 65 സബ് റൂള് 3 എന്തിനെ കുറിച്ച് പറയുന്നത്? ലെവി ഓഫ് ഓഡിറ്റ് ഫീ. ദെൻ അതുകൂടാതെ എക്സംഷൻ ഫ്രം ഓഡിറ്റ് ഫീ. റൂൾ 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീയും റൂൾ 65(3) എക്സംഷൻ ഫ്രം ഓഡിറ്റ് ഫീ പറയുന്നുണ്ട്. ഏതൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് ഓഡിറ്റ് ഫീ കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ നോക്കാം. 1, സൊസൈറ്റീസ് ഓഫ് വിച്ച് മജോറിറ്റി ഓർ ഓൾ മെമ്പേഴ്സ് ആർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്. 2, സൊസൈറ്റീസ് ഹാവിംഗ് കൺകറന്റ് ഓഡിറ്റർ. 3, സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി. 4, ഓൾ ഓഫ് ദീസ്. ഇതാണ് അതിന്റെ 4 ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇതില് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ്. ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ്. ഈ 3 സൊസൈറ്റികളെയും ഓഡിറ്റ് ഫീ കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് വിച്ച് ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺസ്. എന്താണ്? സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി വിച്ച് ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺസ്. ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത, വായ്പ കൊടുക്കാത്ത സോഷ്യൽ വെൽഫെയർ സൊസൈറ്റികളെയാണ് ഓഡിറ്റ് ഫീയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. അതിവിടെ എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഈ ഓപ്ഷനകത്ത് നമ്മൾ ഏത് മാർക്ക് ചെയ്തു? ഓൾ ഓഫ് ദീസ് എന്ന് മാർക്ക് ചെയ്തു. കാര്യം സോഷ്യൽ വെൽഫെയർ സൊസൈറ്റികൾ ഓഡിറ്റ് ഫീ ചുമത്തുന്നതുമുണ്ട്, ചുമത്താത്തതുമുണ്ട്. ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത, ലോണ് കൊടുക്കാത്ത സോഷ്യൽ വെൽഫെയർ സൊസൈറ്റികളെയാണ് എന്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? ഓഡിറ്റ് ഫീയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന, ലോണ് കൊടുക്കുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റികൾ എന്ത് കൊടുക്കണം? ഓഡിറ്റ് ഫീ കൊടുക്കണം. ഓക്കെ, അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The registrar shall make an order for the cancellation of the registration of the society under. ഏത് സെക്ഷൻ പ്രകാരമാണ് രജിസ്ട്രാർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? ഓക്കെ, ഏത് സെക്ഷൻ പ്രകാരമാണ് രജിസ്ട്രാർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ.
അപ്പൊ നമുക്കറിയാം ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പറയുന്ന 2 സെക്ഷൻ നമുക്കുണ്ട് ആക്ടില്. ഒന്ന് സെക്ഷൻ 15 ആണ്. ഏതാണ്? സെക്ഷൻ 15, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ഓഫ് അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ. ആ കേസിൽ അല്ലാതെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈൻഡിംഗ് അപ്പിന്റെ ഭാഗമായിട്ട് അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 73 ഉണ്ട്, സെക്ഷൻ 74 ഉണ്ട്, സെക്ഷൻ 72 ഉണ്ട്, സെക്ഷൻ 75 ഉണ്ട്. ഓക്കെ, ഇതില് സെക്ഷൻ 73 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ആണ്. സെക്ഷൻ 72 എന്താ പറയുന്നത്? വൈൻഡിംഗ് അപ്പിന്റെ ലിക്വിഡേറ്റർ ആരാന്നാണ് പറയുന്നത്. 71 വൈൻഡിംഗ് അപ്പ് ഓർഡർ, 72 ലിക്വിഡേറ്റർ, 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ, 75 എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ് ആണ്. 75 എന്താണ്? എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ് ആണ്. അപ്പൊ ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 74 ആണ്. സെക്ഷൻ 74 എന്തിനെ കുറിച്ച് പറയുന്നത്? ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. അപ്പം 71, 72, 73, 74 ഇതാണ് വൈൻഡിംഗ് അപ്പിന്റെ സെക്ഷൻ. റൂൾ 69, 70. ഓക്കെ, സെക്ഷൻ 71 ആരാണ്? വൈൻഡിംഗ് അപ്പ് ഓർഡർ. 72 ലിക്വിഡേറ്റർ, 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ, 74 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. റൈറ്റ് ആൻസർ ഏതാണ്? സെക്ഷൻ 74 എന്തിനെ കുറിച്ച് പറയുന്നത്? The registrar shall make an order for the cancellation of the registration of the society as per section 74. 74 അതിന്റെ ആൻസർ. ഓക്കെ, the next question. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the government have the right to nominate not more than dash persons on the committee of an apex or central society. ഗവൺമെന്റിന് എത്ര അംഗങ്ങളെയാണ് ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെയോ സെൻട്രൽ സൊസൈറ്റിയുടെയോ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? മീൻസ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് കറക്റ്റ് വേർഡ്, നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഗവൺമെന്റ് നോമിനീസ് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 31 റൂള് 37 ആണ്. ഏതാണ്? സെക്ഷൻ 31 റൂള് 37. അതാണ് ഗവൺമെന്റ് നോമിനി. അതിൽ പറയുന്നുണ്ട് the government have the right to nominate not more than 2 persons. എന്താണ്? not more than 2 persons to the committee. not more than എത്രയാണ്? 2 persons. not more than 2 persons on the committee of an apex or central society. ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെയോ സെൻട്രൽ സൊസൈറ്റിയുടെയോ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് 2 പേരിൽ കൂടാതെയുള്ള അംഗങ്ങളെ, നോട്ട് മോർ ദാൻ 2 പേഴ്സൺ, എന്ത് ചെയ്യാം? ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യാം. ഇതില് അപ്പെക്സ് അംഗമാണെങ്കിൽ ഗവൺമെന്റും സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ രജിസ്ട്രാറുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആരാണ്? അപ്പെക്സ് അംഗമാണെങ്കിൽ ഗവൺമെന്റ്, സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ രജിസ്ട്രാറുമാണ് ഈ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് ഒരു കാരണവശാലും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ കാലാവധിയല്ല. ഇവരുടെ കാലാവധി പറയുന്നത് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ രജിസ്ട്രാർ ഓർ ദ ഗവൺമെന്റ്. രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ നിശ്ചയിക്കുന്നതനുസരിച്ച് ഇവരുടെ കാലാവധി. ഗവൺമെന്റ് പറയുകയാണ് നിങ്ങൾ മതി പോരെ എന്ന് പറഞ്ഞാൽ അവരുടെ കാലാവധി അതോടുകൂടി കഴിഞ്ഞു. അല്ലാതെ 5 വർഷമല്ല ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? The government have the right to nominate not more than dash persons on the committee of an apex or central society എന്ന് ചോദിച്ചാൽ എത്ര പേരാണ്? 2 പേരെയാണ്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ. Dash is based on the principle of self-interest, maximization of profit and exploitation. എന്താണ്? Dash is based on the principle of self-interest, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഇത് ഏത് സിസ്റ്റത്തിന്റെ ഫീച്ചറാണ്? ഓപ്ഷൻ എ കോർപ്പറേഷൻ, ഓപ്ഷൻ ബി ക്യാപിറ്റലിസം, ഓപ്ഷൻ സി സോഷ്യലിസം, ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയനിസം. ഇതിൽ ഏതിന്റെ ഫീച്ചറാണ് നമ്മളിപ്പോ പറഞ്ഞ ഏതാണ്? സെൽഫ് ഇൻട്രസ്റ്റ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ഏതിന്റെ ഫീച്ചറാണ്? ഏതിന്റെ ഫീച്ചറാണിത്? ഓക്കെ, ഏതിന്റെ ഫീച്ചറാണ്? ഇറ്റ് ഈസ് ദ ഫീച്ചർ ഓഫ് ഏതാണ്? ക്യാപിറ്റലിസം. എന്താ ക്യാപിറ്റലിസം? ഇറ്റ് ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ആരാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഇതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ. എന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ എന്ന് പറയുന്നത് ഏതിന്റെ ഫീച്ചറാണ്? ഇറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം ആണ്. സെൽഫ് ഇൻട്രസ്റ്റ്, എക്സ്പ്ലോയിറ്റേഷൻ, മാക്സിമൈം പ്രോഫിറ്റ്, ഇതൊക്കെ ഏതിന്റെ ഉദ്ദേശമാണ്? ക്യാപിറ്റലിസത്തിന്റെ ഉദ്ദേശമാണ്.
ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ക്യാപിറ്റലിസം. Then next question. Which one of the following is related to Sri Chaudhary Brahmaprakash? എന്താണ്? Which one of the following is related to Sri Chaudhary Brahmaprakash? ഈ ചൗധരി ബ്രഹ്മപ്രകാശ് എന്ന് പറയുന്നത് മോഡൽ കോപ്പറേറ്റീവ് ബില്ല് തയ്യാറാക്കിയ വ്യക്തിയാണ്. ഏതാണ് മോഡൽ കോപ്പറേറ്റീവ് ബില്ല്? ആരാണ്? ചൗധരി ബ്രഹ്മപ്രകാശ്. ഇദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്ത് ചെയ്തത്? റിപ്പീൽ ചെയ്ത് വീണ്ടും തയ്യാറാക്കിയത്. 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റിപ്പീൽ ചെയ്ത് 2002 തയ്യാറാക്കിയത് ആ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ്. ഇറ്റ് ഈസ് ദ റെക്കമെൻഡേഷൻ ഗിവൺ ബൈ ചൗധരി ബ്രഹ്മപ്രകാശ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഫൈലാണ് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ പ്രൊഫൈല് എന്താണ്? പ്രൊഫൈല് ഓപ്ഷൻ ഏതാണ്? 1 എക്സ് മെമ്പർ ഓഫ് പാർലമെന്റ്, 2 ഫോർമർ ജനറൽ സെക്രട്ടറി NCUI, 3 ഫോർമർ യൂണിയൻ മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ. ഓപ്ഷൻ ലാസ്റ്റ് വൺ ഏതാണ്? ഓൾ ഓഫ് ദീസ്. ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ്. ഏതാണ്? ഓൾ ഓഫ് ദീസ്. അതായത് ചൗധരി ബ്രഹ്മപ്രകാശ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഡൽഹി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ്. ഡൽഹി കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ചൗധരി ബ്രഹ്മപ്രകാശ് ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഫൈലാണ്. അദ്ദേഹം പാർലമെന്റ് മെമ്പർ ആയിരുന്നു, NCUയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, മുൻ കേന്ദ്ര കാർഷിക സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു. ആര്? ചൗധരി ബ്രഹ്മപ്രകാശ്. ഓക്കെ, അപ്പൊ ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 വാസ് ഇനാക്റ്റഡ് വിത്ത് ദ ഒബ്ജക്ട്. ഏത് ലക്ഷ്യത്തോടു കൂടിയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 തയ്യാറാക്കിയത്? 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് തയ്യാറാക്കിയതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്? എന്തൊക്കെ ഉദ്ദേശം? 1 ടു ഫെസിലിറ്റേറ്റ് ദ വോളണ്ടറി ഫോർമേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് ഫംഗ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ്സ് ആസ് പീപ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ്. രണ്ടാമത്തെ ഓപ്ഷൻ ടു എനേബിൾ ദ പീപ്പിൾ ടു പ്രൊമോട്ട് ദെയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെന്റ്. മൂന്നാമത്തെ ഓപ്ഷൻ ടു പ്രൊവൈഡ് ഫങ്ഷണൽ ഓട്ടോണമി ആൻഡ് ഫ്രീഡം ടു കോപ്പറേറ്റീവ്സ്. നാലാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദീസ്. 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് തയ്യാറാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഓൾ ഓഫ് ദീസ് ആണ്. 1 വോളണ്ടറി ഫോർമേഷൻ, ദെൻ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡോടുകൂടി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കണം. 2 സോഷ്യൽ ആൻഡ് എക്കണോമിക് ബെറ്റർമെന്റ്. 3 ഫങ്ഷണൽ ഓട്ടോണമി ആൻഡ് ഫ്രീഡം ടു കോപ്പറേറ്റീവ്സ്. ഇതൊക്കെയാണ് 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇനാക്ട് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദീസ് ആണ് ഏതിന്റെ ആൻസർ? ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ സെന്നറിയൽ ഇയർ ഓഫ് ദ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഏത് വർഷമാണ് 100ാമത് വർഷം ആഘോഷിച്ചത്? അതാണ് ചോദ്യം. നമുക്കറിയാം, ഇൻ ഇന്ത്യ ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് സെറ്റ് ടു ബി സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദ ഇനാക്ട്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഏത് വർഷമാണ്? 1904. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയതിന് ശേഷമാണ് ഇന്ത്യയിൽ എന്ത് ആരംഭിച്ചു എന്ന് കണക്കാക്കുന്നത്? കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചു എന്ന് കണക്കാക്കുന്നത് 1904 ആണ്. അപ്പം 1904 മുതൽ 100 വർഷം, അതായത് ഏതുവരെയാണ്? 2004 വരെ. അപ്പൊ 2004 100ാമത് വർഷം ആഘോഷം ആരംഭിച്ചത്. ഏത് വർഷമാണ്? 2004. അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചു എന്ന് കണക്കാക്കുന്നത് ഏത് വർഷമാണ്? 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയതോടുകൂടിയാണ്. ദെൻ 100ാമത് വർഷം 2004, 2005 ഈ കാലയളവിലാണ് 100ാമത് വർഷ ആഘോഷം. അപ്പൊ സ്റ്റാർട്ടിംഗ് ഏതാണ്? 2004 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The expert group on agricultural indebtedness was set up in the year August 2006 under the chairmanship of Dash. എന്താണ്? An expert group on agricultural indebtedness was set up in the year August 2006 under the chairmanship of Dash.
ആരുടെ ചെയർമാൻഷിപ്പിലാണ് ഈ ഗ്രൂപ്പിനെ അപ്പോയിന്റ് ചെയ്തത്? 2006. അതാണ് ചോദ്യം. ഓക്കെ, 2006 ആരായിരുന്നു ആ സമയത്ത് ചെയർമാൻ അല്ല, ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അൻ എക്സ്പെർട്ട് ഗ്രൂപ്പ് ഓൺ അഗ്രികൾച്ചറൽ ഇൻഡെപ്റ്റഡ്നെസ്. ഓക്കെ, ഓഗസ്റ്റ് 2006 ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. ജൂലൈ 2007 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ആർ രാധാകൃഷ്ണ. അൻ എക്സ്പെർട്ട് ഗ്രൂപ്പ് ഓൺ അഗ്രികൾച്ചറൽ ഇൻഡെപ്റ്റഡ്നെസ് ഹെഡഡ് ബൈ ആർ രാധാകൃഷ്ണയാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Education fund of every cooperative society has to be paid within dash month from the date of receipt of audit certificate. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി എത്ര സമയത്തിനുള്ളിലാണ് എന്ത് കൊടുക്കേണ്ടത്? എഡ്യൂക്കേഷൻ ഫണ്ട് കൊടുക്കേണ്ടത്. അതാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി എത്ര സമയമാണ്? 2 മാസത്തിനുള്ളിൽ. 2 മാസത്തിനുള്ളിൽ എന്ത് കൊടുക്കണം? എഡ്യൂക്കേഷൻ ഫണ്ട് റെമിറ്റ് ചെയ്യണം. ഇല്ല എങ്കിൽ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈസ് ലയബിൾ ടു പേ എ പീനൽ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 8% പെർ ആനം. 8% പിഴപ്പലിശ ഉൾപ്പെടെ ആര് കൊടുക്കണം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓൺ ദ ഡിഫോൾട്ടിംഗ് ഡേയ്സ് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ എന്ത് പേ ചെയ്തിരിക്കണം? എഡ്യൂക്കേഷൻ ഫണ്ട്. എങ്ങോട്ടാ റെമിറ്റ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിലേക്കാണ് കൊടുക്കേണ്ടത്. എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ. ഓക്കെ, അപ്പൊ 2 മാസം, അതാണ് ആൻസർ. 2 മാസത്തിനുള്ളിൽ എന്ത് കൊടുക്കണം? കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് റെമിറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫൗണ്ടർ ഓഫ് ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ജേണൽ ദ കോഓപ്പറേറ്റർ. ആരാണ് ദ കോഓപ്പറേറ്റർ എന്ന് പറയുന്ന ജേണൽ ആരംഭിച്ചത്? ആരാണ്? ഓപ്ഷൻ പറയുന്നുണ്ട്. ഓപ്ഷൻ എ റോബർട്ട് ഓവൻ, ഓപ്ഷൻ ബി ചാൾസ് ഹൗറാത്ത്, ഓപ്ഷൻ സി ഡോക്ടർ വില്യം കിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ആരാണ്? ഡോക്ടർ വില്യം കിങ് ആണ് ദ കോഓപ്പറേറ്റർ എന്ന് പറയുന്ന ജേണൽ ആരംഭിച്ചത്. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ജേണൽ ഇൻ ദ വേൾഡ്. ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ജേണൽ ഇൻ ദ വേൾഡ് ആരാണ് പബ്ലിഷ് ചെയ്തത്? ഡോക്ടർ വില്യം കിങ്. ഡോക്ടർ വില്യം കിങ്. മെയ് 1, 1828 1828. മെയ് 1, 1828 ഈ ജേണൽ ആര് പബ്ലിഷ് ചെയ്യുന്നത്? ഡോക്ടർ വില്യം കിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്ട്ലി മാച്ച്ഡ്? എന്താണ് ചോദ്യം? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്ട്ലി മാച്ച്ഡ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. 1, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 8A ആണ്. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. സെക്ഷൻ 8 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കറക്റ്റ് 8A ആണ്. ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി. സെക്ഷൻ 26 ആണ് തന്നിരിക്കുന്നത്. സെക്ഷൻ 27 ആണ് ആൻസർ. കറക്റ്റ് സെക്ഷൻ ഫൈനൽ അതോറിറ്റി ഏതാണ്? സെക്ഷൻ 27. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 6 ആണ് തന്നിരിക്കുന്നത്. അതാണ് കറക്റ്റ് ഓപ്ഷൻ. റൈറ്റ് ഓപ്ഷൻ ഏതാണ്? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 6. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? സെക്ഷൻ 6 റൂള് 3 ആണ്. ഏതാണ്? സെക്ഷൻ 6 റൂള് 3. റൈറ്റ് ആൻസർ ഏതാണ്? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ദാറ്റ് ഡീൽസ് വിത്ത് സെക്ഷൻ 6. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 ആണ്. അഫിലിയേഷൻ ടു അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ഏതാണ്? സെക്ഷൻ 8A റൂള് 16E ആണ്. ഫൈനൽ അതോറിറ്റി ഏതാണ്? സെക്ഷൻ 27 ആണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് സെക്ഷൻ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് ഒരേ ഒരു റൈറ്റ് ആൻസർ ഉള്ളൂ. അതേതാണ്? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 6 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പാർട്ട് ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ BR ആക്ടിന്റെ ഏത് പാർട്ടാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബാധകമായിട്ടുള്ളത്? നമുക്കറിയാം 1966 മുതൽ. ഏത് വർഷം മുതലാണ്? 1966 മുതൽ. 1966 മുതൽ BR ആക്ട് ആർക്ക് ബാധകമായി? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് ബാധകമായി. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായി. BR ആക്ട് ആപ്ലിക്കബിൾ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഏത് വർഷം മുതലാണ്? 1966 മുതൽ. ഓക്കെ, അപ്പൊ BR ആക്ടിന്റെ പാർട്ട് 5
ഏതാണ്? പാർട്ട് 5 പാർട്ട് 5ലാണ് ഏതിനെ കുറിച്ച് പറയുന്നത്? ദ പ്രൊവിഷൻസ് ഓഫ് BR ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. BR ആക്ടിന്റെ ഏത് പ്രൊവിഷൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായിട്ടുള്ളത് അത് പറയുന്ന ഏതാണ്? പാർട്ട് 5ലാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ആൻ ഓഫീസർ ഓർ പേഴ്സൺ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 68A ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ സെക്ഷൻ 68A പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന ഓഫീസേഴ്സിന്റെ പേരെന്താണ്? ഓഫീസറിന്റെ പേരെന്താണ്? ഓക്കെ, ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി ആർബിട്രേറ്റർ, ഓപ്ഷൻ സി വിജിലൻസ് ഓഫീസർ, ഓപ്ഷൻ ഡി ലിക്വിഡേറ്റർ. ഓക്കെ, ഓപ്ഷൻ എ രജിസ്ട്രാർ, ബി ആർബിട്രേറ്റർ, സി വിജിലൻസ് ഓഫീസർ, ഡി ലിക്വിഡേറ്റർ. ഇതാണ് ഓപ്ഷൻസ്. ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, വിജിലൻസ് ഓഫീസർ. സെക്ഷൻ 68A റൂള് 66A ഏതാണ്? സെക്ഷൻ 68A റൂള് 66A എന്ന് പറയുന്ന ആരെ കുറിച്ചാണ് പറയുന്നത്? വിജിലൻസ് ഓഫീസറാണ്. ആരാണ്? വിജിലൻസ് ഓഫീസറെ കുറിച്ചാണ് സെക്ഷൻ 68A പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ഈസ് ദ ഔട്ട്കം ഓഫ്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഡെവലപ്മെന്റിന് കാരണക്കാർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ട്രേഡ് യൂണിയൻ മൂവ്മെന്റ്, ഓപ്ഷൻ ബി വോളണ്ടറി എഫേർട്ട് ഓഫ് ദ പബ്ലിക്, ഓപ്ഷൻ സി ഇനീഷ്യേറ്റീവ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഇനീഷ്യേറ്റീവ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ്. ഇൻ ഇന്ത്യ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ആസ് എ പാർട്ട് ഓഫ് ഗവൺമെന്റ് പോളിസിയാണ്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇത് ആര് പറഞ്ഞിരിക്കുന്നു? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ആര്? ഇൻ ഇന്ത്യ ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വാസ് സ്പോൺസേർഡ് ബൈ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇൻ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്പോൺസേർഡ് ബൈ ഗവൺമെന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആരാണ്? സർ ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. ആരാ പറഞ്ഞത്? ഐറിഷ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് പിതാവായിട്ടുള്ള സർ ഹൊറൈസ് പ്ലങ്കറ്റ് ആണ് പറഞ്ഞത് ഇൻ ഇന്ത്യ കോപ്പറേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ഗവൺമെന്റ് പോളിസി, അല്ലെങ്കിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്പോൺസേർഡ് ബൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞ കോപ്പറേറ്റർ ആരാണ്? സർ ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. അപ്പൊ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കി വെച്ചേക്കുക, ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത് ആരാണ്? ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ആസ് എ പാർട്ട് ഓഫ് ഇനീഷ്യേറ്റീവ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ എന്ത് ആരംഭിച്ചത്? കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ. ഏത് സെക്ഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്? ഏതാണ്? ഏത് സെക്ഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്? ഓക്കെ, ഓപ്ഷൻ എ സെക്ഷൻ 28B, ഓപ്ഷൻ ബി സെക്ഷൻ 28A, ഓപ്ഷൻ സി സെക്ഷൻ 29, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൻ 28B. ഏതാണ്? സെക്ഷൻ 28B ആണ് റൈറ്റ് ആൻസർ. സെക്ഷൻ 28B റൂൾ ആണെങ്കിൽ റൂള് 35B. സെക്ഷൻ 28B റൂൾ 35B അതാണ് ഏത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ആസ് പെർ സെക്ഷൻ 28B റൂള് 35B. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? സെക്ഷൻ 28B ആണ് അതിന്റെ ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. All India Rural Credit Review Committee was established by Reserve Bank of India in. All India Rural Credit Review Committee. ഓക്കെ, ഈ റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ബി വെങ്കടപ്പയ്യാണ്. ബി വെങ്കടപ്പയ്യ അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ 51, ഓപ്ഷൻ ബി 54, ഓപ്ഷൻ സി 70, ഓപ്ഷൻ ഡി 1966. ഇതാണ് റൈറ്റ് ആൻസർ. 1966, 1969 ആണ് ഏതിന്റെ കാലയളവ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഹെഡഡ് ബൈ ബി വെങ്കടപ്പയ്യ 66 അപ്പോയിന്റ് ചെയ്തു, 69 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആരായിരുന്നു ചെയർമാൻ? ബി വെങ്കടപ്പയ്യാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ആരാ അപ്പോയിന്റ് ചെയ്തത്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ.
ദ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇൻ കേരള. എന്താണ് ചോദ്യം? ദ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇൻ കേരള. കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ഘടന കേരളത്തിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സിംഗിൾ ടയർ, ഓപ്ഷൻ ബി 2 ടയർ, ഓപ്ഷൻ സി 3 ടയർ ആൻഡ് ഓപ്ഷൻ ഡി 4 ടയർ. ഇന്ത്യയിലല്ല കേരളത്തില് അർബൻ ബാങ്കിന്റെ ഘടന എന്ന് പറയുന്നത് ഏതാണ് ആൻസർ? ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ ആണ്. ഏതാണ്? സിംഗിൾ ടയർ ആണ്. ഏതാണ്? സിംഗിൾ ടയർ ആണ്. യൂണിറ്ററി സ്ട്രക്ചർ ആണ്. സിംഗിൾ ടയർ അല്ലെങ്കിൽ എന്താ പറയുന്നത്? യൂണിറ്ററി സ്ട്രക്ചർ ആണ് ഏതിനുള്ളത്? അർബൻ ബാങ്കിന്. എവിടെയുള്ളത്? കേരളത്തിലുള്ളത്. യൂണിറ്ററി സ്ട്രക്ചർ ആണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഇതിനോട് അനുബന്ധിച്ച് പറയാം. കേരളത്തിലെ ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ല. 60ഓളം അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ നമുക്ക് കേരളത്തിലുണ്ട്. എന്നാൽ അതിൽ ഒരെണ്ണം പോലും എന്തില്ല? ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ല. കേട്ടോ? ദ നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള, ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ആൻസർ നില്ലാണ്. ഒറ്റെണ്ണം ഇല്ല. 60 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, പക്ഷേ അത് ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഒന്നും തന്നെ ഇല്ല. അതിന്റെ ഘടന എന്താണ്? സിംഗിൾ ടയർ അല്ലെങ്കിൽ യൂണിറ്ററി സ്ട്രക്ചർ ആണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ ജനറൽ കൗൺസിൽ ഓഫ് NCDC കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പർ. എന്താണ് ചോദ്യം? ദ ജനറൽ കൗൺസിൽ ഓഫ് NCDC കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പർ. ഓക്കെ. NCDC നമുക്കറിയാം ഇല്ലേ? 1962 NCDC ആക്ടും പ്രകാരം 1963 നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കുന്നത്. അതിന്റെ ജനറൽ കൗൺസിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 51 അംഗങ്ങളുണ്ട്. എത്ര പേരുണ്ട്? 51 അംഗങ്ങളാണ് NCDCയുടെ ജനറൽ കൗൺസിൽ ഉള്ളത്. എത്ര പേരുണ്ട്? 51 അംഗങ്ങളുണ്ട്. 51. അതാണ് റൈറ്റ് ആൻസർ. 51 പേരാണുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The reason for 97th Constitutional Amendment Act 2011. എന്താണ് ചോദ്യം? The reason for 97th Constitutional Amendment Act 2011. അതിൽ ഒരു ചോദ്യം കൂടി പറയുന്നുണ്ട്. Which constitutional amendment deals with cooperative societyകൾ? കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണ്? അതിന്റെ ആൻസർ ഇതിൽ തന്നെ ഉണ്ട്. ഏതാണ്? 97th. എന്താണ് ചോദ്യം? 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ അതിന്റെ ചോദ്യം ഇതാണ്, അതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ 97ാമത് ഭേദഗതി? വർഷം ഓർത്തു വെച്ചേക്കണം. 2013 പ്രാബല്യത്തിൽ വന്നത്. 2012 2011 പാസ്സാക്കിയത്. 2012 പ്രാബല്യത്തിൽ വന്നു. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, over the years the cooperative sector has made a significant contribution to various sectors of national economy. Option B, it has achieved large growth. Option C, but it has shown weakness in safeguarding the interest of the members and fulfillment of objects for which these institutions were organized. Okay, then option D, there have been incidents where elections have been postponed indefinitely. Nominated office bearers have remained in charge of these institutions for a long time and resulting reduction in the accountability of cooperative societies to their member. ഓക്കെ, ഇപ്പൊ 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. എല്ലാം ഇതിനുള്ള കാരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ആർട്ടിക്കിൾ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ദ ഫോർമേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എ ഫണ്ടമെന്റൽ റൈറ്റ്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളും പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രൂപീകരണം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയത്? അതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഏത് ആർട്ടിക്കിളും പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രൂപീകരണം എന്തായത്? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ പറയുന്നുണ്ട് ഓപ്ഷൻ എ 19(1)(c), ഓപ്ഷൻ ബി 43(b), ഓപ്ഷൻ സി 226, ഓപ്ഷൻ ഡി 268. The formation of cooperative society become a fundamental right as per article 19(1)(c) ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 19(1)(c). മുമ്പ് ഉണ്ടായിരുന്നു അത്. എന്താണ് മുമ്പ്? ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻ.
എന്താണ്? ടു ഫോം അസോസിയേഷൻ, യൂണിയൻ. ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. അതിനോടുകൂടി ഒന്നുകൂടെ ആഡ് ചെയ്തു കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പോൾ ആർട്ടിക്കിൾ 19(1)(c) പറയുന്നത് ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻ ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റി. നൗ ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ആസ് പെർ സെക്ഷൻ 19(1)(c). അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത എന്താണ്? പവർ ടു മേക്ക് റൂൾസ് ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് വെസ്റ്റഡ് ഓൺ. എന്താണ് ചോദ്യം? പവർ ടു മേക്ക് റൂൾസ്. ആർക്കാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും പ്രകാരം റൂള് തയ്യാറാക്കാനുള്ള അധികാരം ആർക്കാണ്? ഓക്കെ, റൂള് തയ്യാറാക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ പറയുന്നുണ്ട്. ഓപ്ഷൻ എ ഗവൺമെന്റ്, ഓപ്ഷൻ ബി ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓപ്ഷൻ സി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ ഡി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ, ഇത് പ്രകാരം അതായത് സെക്ഷൻ 109 എന്താണ്? സെക്ഷൻ 109 എന്തിനെ കുറിച്ച് പറയുന്നത്? പവർ ടു മേക്ക് റൂൾസ്. എന്താണ് പവർ ടു മേക്ക് റൂൾസ് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 109. ഈ സെക്ഷൻ പ്രകാരം റൂൾ തയ്യാറാക്കുന്ന അധികാരം ആർക്കാണ്? ഗവൺമെന്റിനാണ്. ഓക്കെ, ആക്ട് പാസ്സാക്കുന്നതാണ് ഇവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയില്. ആക്ട് പാസ്സാക്കുന്നത് നിയമസഭയിലും റൂള് തയ്യാറാക്കുന്ന ആരാണ്? ഗവൺമെന്റുമാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? പവർ ടു മേക്ക് റൂൾസ്. റൂള് തയ്യാറാക്കുന്ന അധികാരം ആർക്കാണ്? ഗവൺമെന്റിനാണ്. റൂള് തയ്യാറാക്കുന്ന അധികാരം ആർക്കാണ്? ഗവൺമെന്റിനാണ് റൂള് തയ്യാറാക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഓഫീസർ ഹൂ എക്സിക്യൂട്ട് ദ അവാർഡ് ഈസ് കോൾഡ്. എന്താണ് ചോദ്യം? ആൻ ഓഫീസർ ഹൂ എക്സിക്യൂട്ട് ദ അവാർഡ് ഈസ് കോൾഡ്. വിധി നടപ്പിലാക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സെയിൽ ഓഫീസർ, ഓപ്ഷൻ ബി ആർബിട്രേറ്റർ, ഓപ്ഷൻ സി ലിക്വിഡേറ്റർ, ഓപ്ഷൻ ഡി അഡ്മിനിസ്ട്രേറ്റർ. ഇതാണ് ഓപ്ഷൻ. ഓക്കെ, ഇതില് റൂള് 2I എന്താണ്? റൂളിന്റെ ഡെഫിനിഷനകത്ത് 2I പറയുന്നത് ആരെ കുറിച്ചാണ്? സെയിൽ ഓഫീസറെ കുറിച്ചാണ്. അതിൽ പറയുന്നുണ്ട് സെയിൽ ഓഫീസർ ഈസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദ രജിസ്ട്രാർ ടു എക്സിക്യൂട്ട് ദ ഓർഡർ. രജിസ്ട്രാറുടെ ഓർഡർ എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? എന്താ വിളിക്കുന്നത്? സെയിൽ ഓഫീസർ. എന്താ വിളിക്കുന്നത്? സെയിൽ ഓഫീസർ. ഓക്കെ, അപ്പൊ സെയിൽ ഓഫീസർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സെയിൽ ഓഫീസർ ഇസ് ദ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ രജിസ്ട്രാർ ടു എക്സിക്യൂട്ട് ദ അവാർഡ്. ആരാ വിളിക്കുന്നത്? അയാൾ വിളിക്കുന്ന പേരെന്താണ്? സെയിൽ ഓഫീസർ. അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ചെയർമാൻ ഓഫ് കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റി. എന്താണ് ചോദ്യം? കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ സെക്രട്ടറി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ സി മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതാണ് 4 ഓപ്ഷൻ. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സെക്രട്ടറി. ഏതാണ്? സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ. എന്താണ്? സെക്രട്ടറി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ദ ചെയർമാൻ ഓഫ് കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റി. ആരാണ്? സെക്രട്ടറി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സർചാർജ് ഈസ് ലെവിഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് സർചാർജ് പ്രൊവൈഡ് ചെയ്യുന്നത്? സർചാർജ് സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 69, ഓപ്ഷൻ ബി 68, ഓപ്ഷൻ സി 67, ഓപ്ഷൻ ഡി 66. ഓക്കെ, ഇതിൽ ഓപ്ഷൻ എ ഏതാണ്? ഡിസ്പ്യൂട്ട് ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ പറയുന്ന സെക്ഷൻ 69 പറയുന്ന ഏതിനെ കുറിച്ചാണ്? ഡിസ്പ്യൂട്ട് ആണ്. ഓപ്ഷൻ സി 67 പറയുന്നതിനെ കുറിച്ചാണ്? കോസ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ. എന്താണ് സെക്ഷൻ 67? എന്താണ്? കോസ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ, ദ അപ്പോർഷൻമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ. അത് പറയുന്നതാണ് ഇവിടെ സെക്ഷൻ 67. സെക്ഷൻ 66 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ് സെക്ഷൻ 66. റൈറ്റ് ആൻസർ ഏതാണ്? സെക്ഷൻ 68. സെക്ഷൻ 68 പ്രകാരമാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സർചാർജ്. എന്താണ്? സെക്ഷൻ 68 ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സർചാർജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് റൈറ്റ് ആൻസർ, സെക്ഷൻ 68. ഓക്കെ,
അപ്പം ഇത്രയുമാണ് നമുക്ക് ഇന്നെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ക്ലാസ്. നമ്മൾ പ്രീവിയസ് PSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.